കരിങ്കുറിഞ്ഞിക്കാടിന് നടുവിലൂടെയുള്ള വഴി നടന്നു വേണം കേളുവിന് സ്വന്തം വീട്ടിലേക്കെത്താൻ. ഇരുട്ടിൽ ആളി എരിഞ്ഞു കത്തുന്ന ചൂട്ടുകറ്റയുമായി കേളു ആ വഴിയിലൂടെ അങ്ങനെ മുന്നോട്ട് നടന്നു. കൊടും കാടാണ്. കരിങ്കുറിഞ്ഞി നിറച്ചു പൂത്തിട്ടുണ്ട്. പന്തത്തിന്റെ മഞ്ഞ വെളിച്ചത്തിൽ കരിങ്കുറിഞ്ഞിയുടെ നീലപ്പൂക്കൾ ഉണർന്ന് പരസ്പരം നോക്കി കണ്ണുമുഴിപ്പിച്ചു. തന്റെ തങ്കമോതിരങ്ങൾ അപഹരിച്ച മണ്ണിനെയും കൂട്ടുപ്രതിയായ കാറ്റിനെയും പഴിച്ച് ഒരു കണിക്കൊന്ന ആ വഴിയുടെ ഓരത്ത് നിൽപ്പുണ്ടായിരുന്നു. മകളുടെ കല്യാണത്തിനായി സ്വരൂപിച്ച 20 പവനോളം സ്വർണവും മടിക്കുത്തിൽ തിരികെയാണ് കേളുവിന്റെ ഈ രാത്രി സഞ്ചാരം. കള്ളന്മാർ പതിയിരിക്കുന്ന കരിങ്കുറിഞ്ഞിക്കാട്ടിലൂടെ അല്ലാതെ വീട് പറ്റാൻ അയാൾക്ക് നിവർത്തിയില്ലതാനും. ഉള്ളിൽ ആധിയുടെ കനലും കയ്യിൽ ചൂട്ടുകറ്റയും എരിയിച്ചാണ് കേളുവിന്റെ നടത്തം. പെട്ടെന്ന് മുഖം മറച്ച ഒരാൾ അയാൾക്ക് മുന്നിലേക്ക് ചാടി വീണു. കേളു നടുങ്ങി വിറച്ചുപോയി. കൊള്ളക്കാരൻ കേളുവിന് നേരെ ചുരിക വീശി. ഉയരും കൊണ്ട് ഓടി രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ നിന്റെ കയ്യിലുള്ളതൊക്കെ വേഗമെടുക്കുക. കൊള്ളക്കാരൻ ആക്രോശിച്ചു. വേറെ വഴിയില്ലാതെ കേളു തന്റെ പക്കലുണ്ടായിരുന്ന 20 പവൻ മുഴുവൻ അയാൾക്ക് നൽകി. അത് പോരാഞ്ഞ് കൊള്ളക്കാരൻ കേളുവിന്റെ കടുക്കനും കൈക്കലാക്കിയ ശേഷം അയാളെ തുരത്തി ഓടിച്ചു. ഭട്ടതിരി, നിങ്ങൾ എന്നെ സഹായിക്കണം. ഈ ആഴ്ച എൻ്റെ മകളുടെ കല്യാണമാണ്. ആ സ്വർണം എനിക്ക് തിരികെ വാങ്ങിത്തരണം. ആ കൊള്ളക്കാരൻ ആരാണെന്നോ അയാളുടെ മുഖമോ ഒന്നും എനിക്ക് ഓർമ്മയില്ല. പക്ഷെ എങ്ങനെയെങ്കിലും കേളു വിഷമിക്കണ്ട, നമുക്ക് പരിഹാരമുണ്ടാക്കാം. ശാന്തമായ സ്വരത്തിൽ പുരികങ്ങൾ ഒരൽപ്പം വിടർത്തിക്കൊണ്ട് ഭട്ടതിരി കേളുവിനോട് പറഞ്ഞു. ഭട്ടതിരി മന്ത്രങ്ങൾ ജപിച്ചുകൊണ്ട് ശൂന്യതയിലേക്ക് നോക്കി എന്തൊക്കെയോ ആംഗ്യങ്ങൾ കാണിച്ചു. പെട്ടെന്ന് ഭട്ടതിരിയുടെ വീടിന്റെ വാതിലിൽ ആരോ മുട്ടി. അദ്ദേഹം വാതിൽ തുറന്നു. അപ്പോൾ അതാ വാതിൽപ്പടിയിൽ ഒരാൾ കമഴ്ന്നു വീണ് കിടക്കുന്നു. അയാൾ മുറ്റത്തുകൂടി ഇഴഞ്ഞാണ് വാതിൽപ്പടി വരെ കയറിയത്. അയാൾ വന്ന വഴിയാകെ ചുവന്ന രേഖ പോലെ രക്തം കാണാമായിരുന്നു. കേളുവിന്റെ കയ്യിൽ നിന്നും സ്വർണം മോഷ്ടിച്ച കൊള്ളക്കാരനായിരുന്നു അത്. തട്ടിയെടുത്ത മുതലത്രയും ഭട്ടതിരിയുടെ കാൽക്കൽ വെച്ചിട്ട് കൊള്ളക്കാരൻ കേണു പറഞ്ഞു. എന്നോട് ക്ഷമിക്കണം, തെറ്റുപറ്റിപ്പോയി. ഞാൻ എടുത്ത മുതൽ അത്രയും ഈ കാൽക്കലുണ്ട്. ഇതെടുത്തിട്ട് എന്നോട് ക്ഷമിക്കണം, എന്നെ രക്ഷിക്കണം. കൊള്ളക്കാരൻ കരഞ്ഞു പറഞ്ഞു. ഗൂഢമായ ഒരു ചിരി ചിരിച്ചുകൊണ്ട് ഭട്ടതിരി വാതിലടച്ചു. ഇതെല്ലാം കണ്ടുകൊണ്ടു നിന്ന കേളുവിന്റെ മുഖത്ത് ആശ്വാസത്തിൻ്റെതായ ഒരു ചിരി പടർന്നു. കേളുവിന്റെ നേരെ തന്റെ വലതു കൈ നീട്ടിക്കൊണ്ട് ഭട്ടതിരി പറഞ്ഞു. കേളു പറഞ്ഞ കാര്യം നടന്നു. ഇനി ചാത്തനുള്ള ദക്ഷിണ അതുപോരട്ടെ. പണ്ട് പഞ്ചനല്ലൂർ ഭട്ടതിരി എന്നു പേരുള്ള പ്രസിദ്ധനായ ഒരു മാന്ത്രികനുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ചാത്തൻ സേവ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. ഇത്തരത്തിൽ ഒന്നും രണ്ടുമല്ല 400-ൽ പരം ചാത്തന്മാരെ പ്രീതിപ്പെടുത്തി തന്റെ ചൊൽപ്പടിക്കാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഭട്ടതിരി. തനിക്ക് ആവശ്യമുള്ളതൊക്കെ സാധിച്ചെടുക്കാനും മറ്റുള്ളവർക്ക് സാധിപ്പിച്ചു കൊടുക്കാനും അദ്ദേഹം ചാത്തന്മാരെ ഉപയോഗപ്പെടുത്തി പോന്നു. ഇതുവഴി ഭട്ടതിരിക്ക് അനേകം ആദായങ്ങളും ലഭിച്ചിരുന്നു. മറ്റുള്ള മൂർത്തികളെ കൊണ്ട് സാധിച്ചെടുക്കാൻ കഴിയാത്ത പലതും ചാത്തന്മാർ മുഖാന്തരം നടന്നു കിട്ടി. എന്നാൽ ഒരിക്കൽ തന്റെ കയ്യിലുള്ള 400 ചാത്തന്മാരിൽ 10 പേരെ ഭട്ടതിരി മറ്റൊരു മാന്ത്രികനായ കാട്ടുമാടസ് നമ്പൂതിരിക്ക് വിട്ടു നൽകുകയുണ്ടായി. എന്നിരുന്നാലും ബാക്കിയുള്ള 390 ചാത്തന്മാരെ ഉപയോഗിച്ച് ഭട്ടതിരി തന്റെ ആവശ്യങ്ങളെല്ലാം നടത്തിയെടുത്തുകൊണ്ടിരുന്നു. കൊച്ചി രാജ്യത്ത് തൃശ്ശിവപേരൂർ താലൂക്കിൽ പെരിങ്ങോട്ടുകര ദേശത്ത് ജീവിച്ചിരുന്ന മാന്ത്രികനായിരുന്നു ആവണങ്ങാട്ട് പണിക്കർ. ഒരിക്കൽ ആവണങ്ങാട്ട് പണിക്കർ എന്ന മാന്ത്രികന്റെ പരമ്പരയിൽപ്പെട്ട ഉണ്ണിത്താമ പണിക്കരും കേളുണ്ണി പണിക്കരും ഭട്ടതിരിയുടെ ചാത്തൻ സേവയെക്കുറിച്ചും അതുകൊണ്ടുണ്ടായ ലാഭങ്ങളെക്കുറിച്ചും അറിയാൻ ഇടയായി. പാരമ്പര്യമായി ആവണങ്ങാട്ട് പണിക്കരുടെ കുടുംബത്തിന്റെ ആരാധനാമൂർത്തി ഗണപതിയായിരുന്നു. പക്ഷേ ചാത്തന്മാരെ കൊണ്ട് ചെയ്യിക്കുന്ന എല്ലാ ജോലികളും ഗണപതിയെ കൊണ്ട് നടത്തിയെടുക്കുക സാധ്യമല്ല. അതിനാൽ ഭട്ടതിരിയുടെ പക്കലുള്ള കുറച്ച് ചാത്തന്മാരെയെങ്കിലും തങ്ങൾക്ക് വിട്ടുതരണമെന്നും അതിനു പകരമായി തങ്ങളുടെ ആരാധനാമൂർത്തിയായ ഗണപതിയെ ഭട്ടതിരിക്ക് നൽകാമെന്നും ഉണ്ണിത്താമനും കേളുണ്ണിയും ഭട്ടതിരിയെ നേരിട്ട് കണ്ടറിയിച്ചു. ചാത്തന്മാർക്ക് പകരം ഈശ്വരന്മാരായ മൂർത്തികളെ കൈവശം വെക്കണമെന്നുള്ളത് ഭട്ടതിരിയുടെ ആലോചനയിൽ ഉള്ളൊരു കാര്യമായിരുന്നു. അതുകൊണ്ട് കുറച്ച് ചാത്തന്മാരെ മാത്രമാക്കണ്ട, തന്റെ അധീനതയിൽ ഇനി ബാക്കിയുള്ള 390 ചാത്തന്മാരെയും കൊണ്ടുപോയിക്കൊള്ളാൻ ഭട്ടതിരി അവരോട് പറഞ്ഞു. പകരം നിങ്ങളുടെ മൂർത്തിയായ ഗണപതിയെ തനിക്ക് വിട്ടുതരണമെന്നുകൂടി അയാൾ കൂട്ടിച്ചേർത്തു. ചാത്തന്മാരെ കൊണ്ടുണ്ടാകുന്ന അത്ര ആദായം തനിക്ക് ആരിൽ നിന്നും ലഭിക്കുകയില്ല എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഭട്ടതിരി ഇതിന് സമ്മതിച്ചത്. അങ്ങനെ ആവണങ്ങാട്ടെ ഗണപതി പഞ്ചനല്ലൂർ ഗണപതിയായും പഞ്ചനല്ലൂർ ചാത്തന്മാർ ആവണങ്ങാട്ട് ചാത്തന്മാരായും മാറി. ഉണ്ണിത്താമനും കേളുണ്ണിയും കൂടി ആവണങ്ങാട്ടെ മുല്ലത്തറയിൽ ചാത്തന്മാരെ കുടിയിരുത്തി. ഈ ചാത്തന്മാരെല്ലാം തന്നെ ശ്രീപരമേശ്വരന് വിഷ്ണുമായയിലുണ്ടായ പുത്രന്മാരാണെന്നാണ് പറയപ്പെടുന്നത്. തല മുതൽ അര വരെ പുരുഷനും അരയ്ക്ക് താഴോട്ട് സ്ത്രീയുമാണത്രേ വിഷ്ണുമായ. ആവണങ്ങാട്ട് വിഷ്ണുമായയുടെ പ്രതിഷ്ഠയുള്ള ഒരു ശ്രീകോവിലുണ്ടത്രേ. ചാത്തന്മാരെ കൊണ്ട് എന്തെങ്കിലും ഒരു കാര്യം സാധിച്ചെടുത്തു എന്ന് കരുതുക. അതിന് തക്കതായ എന്തെങ്കിലും തന്നെ പ്രതിഫലമായി നൽകണം. ഇല്ലെങ്കിൽ അവർ ആരെയും വെറുതെ വിടില്ല.
വസ്ത്രങ്ങൾക്കും വീടിനും തീ പിടിപ്പിക്കുക, വീടിനുള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന കുഞ്ഞുങ്ങളെ വീടിന്റെ ഉത്തരത്തിലും കിണറിന്റെ അരികത്തും കൊണ്ട് കിടത്തുക, ഭക്ഷണത്തിൽ പാറ്റയെയും അട്ടയെയും പുഴുക്കളെയും പല്ലിയെയും പിടിച്ചിടുക, കിണറിലെ വെള്ളത്തിൽ ഉമി കലക്കുക എന്നിങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത ഉപദ്രവങ്ങളാണ് ചാത്തനെ പിണക്കിയാൽ ഉണ്ടാവുക എന്നാണ് പറയപ്പെടുന്നത്. ചിലപ്പോൾ ചാത്തന്മാർ ബാധയായി ആളുകളുടെ ശരീരത്തിൽ കയറുമത്രേ. ഐതിഹ്യമാലയിൽ ആവണങ്ങാട്ട് പണിക്കരെക്കുറിച്ചും ചാത്തന്മാരെക്കുറിച്ചും വിശദമായി തന്നെ പ്രതിപാദിക്കുന്നുണ്ട്. കൂടാതെ സിനിമകളിലും സീരിയലുകളിലും ചിത്രകഥകളിലുമൊക്കെ ചാത്തന്മാർ കഥാപാത്രങ്ങളായി വന്നിട്ടുണ്ട്.